എയ്റോ ഇന്ത്യ 2025 ലാസ്റ്റ് എപ്പിസോഡാണിന്ന്. നമ്മളെ എയ്റോ ഷോ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഞാനും ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു എയ്റോ ഷോ കാണുന്നത്. കിടിലായിരുന്നു. അതിൽ ലാസ്റ്റിലെ ആ സൂര്യകിരണിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. അതായിരുന്നു ഭയങ്കര അട്രാക്ഷനായിട്ട് തോന്നിയത്. ഇനി ഇവിടെ ഒരുപാട് എക്സിബിഷൻ സ്റ്റോളുണ്ട്. ഏകദേശം 5-6 സ്റ്റോള്, വലിയ വലിയ സ്റ്റോളാണ്. AC കംപ്ലീറ്റ് സെൻട്രലൈസ്ഡ് AC ആണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും പോകാൻ പറ്റുമോ അറിയില്ല. അങ്ങനെ സ്റ്റാളെല്ലാം ഒന്ന് കാണണം എന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. അയ്യോ, ഒരു രക്ഷയില്ല. ഉള്ളിൽ ഭയങ്കര റഷാണ്. നമ്മൾക്ക് നടന്ന് കാണാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ചാടി ഏതായാലും. ഇത് ജർമ്മൻ എയർഫോഴ്സിൻ്റെ ഒരു എയർക്രാഫ്റ്റാണ്. ഇത് ഫ്രാൻസിൻ്റെ റാഫേൽ. ഇത് എംബറർ C-390 എന്ന് പറഞ്ഞ ബ്രസീലിയൻ എയർഫോഴ്സിൻ്റെ ഒരു എയർക്രാഫ്റ്റാണ്. ഇത് ഇന്ത്യൻ എയർഫോഴ്സ് യൂസ് ചെയ്യുന്നത് ഒരു ഹെലികോപ്റ്ററാണ്. റെസ്ക്യൂവിനൊക്കെ വേണ്ടിയിട്ടാണ് അവരിത് യൂസ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ടേഷനും യൂസ് ചെയ്യുന്നുണ്ട്. ഇതും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ഹെലികോപ്റ്ററാണ്. എയർ ലിഫ്റ്റിങ്ങിനൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലൊരു ഗണ്ണൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ നോക്കിയാൽ കാണാം. കണ്ടോ, ഒരു കിടിലം നമ്മളെ മൂവിയിലൊക്കെ കാണുന്ന പോലെ നല്ല രസമുണ്ടല്ലേ. ഇതും ഇന്ത്യൻ നാവിയിൽ യൂസ് ചെയ്യുന്നത് ഈ ഷിപ്പിനൊക്കെ സെൻസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെലികോപ്റ്ററാണ്. സീ കിങ് എന്നാണ് ഇതിൻ്റെ പേര്. സീ കിങ് MK-42 ഡബിൾ എൻജിനിലെ ഒരു ഹെലികോപ്റ്ററാണ്. ഇത് 1971 മുതൽ ഇന്ത്യൻ എയർഫോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ നാവിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ HAL നിർമ്മിച്ച ഒരു ഹെലികോപ്റ്ററാണ് പ്രാച്ചൻ എന്ന് പറഞ്ഞിട്ട്. ഇത് എയർഫോഴ്സിന് വേണ്ടിയിട്ട് HAL ഉണ്ടാക്കിയ ഒരു കോമ്പാക്ട് ഹെലികോപ്റ്ററാണ്. ഇത് നമ്മളെ HAL നിർമ്മിച്ച സുഖോയ് Su-30 MKE എന്ന് പറഞ്ഞ ഒരു ഫൈറ്റർ ജെറ്റാണ്. ഇത് സുഖോയ് Su-57 റഷ്യൻ മെയ്ഡ് 5th ജനറേഷൻ സ്റ്റീൽത്ത് ഫൈറ്റർ ജെറ്റാണ്. ഇത് ഭയങ്കര ഷോയിലെ ഹൈലൈറ്റ് ആയിരുന്നു.
ഇതിന് 7.4 ടൺസ് വെപ്പൺസ് ക്യാരി ചെയ്യേണ്ട കപ്പാസിറ്റി ഉണ്ട്, ഇൻക്ലൂഡിങ് എയർ ടു എയർ ആയിക്കോട്ടെ, എയർ ടു ഗ്രൗണ്ട്, ഓൾ ഇൻക്ലൂഡിങ് മിസൈൽസ്. നമ്മൾ എച്ച് നിർമ്മിച്ച് സുഖോയ് SU-30MKയും ട്വിൻ എഞ്ചിനുള്ള എയർക്രാഫ്റ്റാണ്. അത് സൈഡ് ബൈ സൈഡ് വെച്ചിട്ടുണ്ട്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, ഇതും HALൻ്റെ ഒരു എയർക്രാഫ്റ്റാണ്. ഡോർണിയർ 228 എയർക്രാഫ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അങ്ങനെ നമ്മൾ എയർ ഷോ കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇവിടെ വൈകുന്നേരം വരെ ഉണ്ട്. ഞാൻ പോവാണ്, ആകെ ടയർഡായി, രാവിലെ വന്നില്ല. ഏതായാലും സൂപ്പറായിരുന്നു പരിപാടി, അടിപൊളിയായിരുന്നു. എയർ ഷോ ഗംഭീരായി. എക്സിബിഷൻ ഒരുപാടുണ്ട് കാണാൻ, നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല. അതൊക്കെ നടന്ന് കാണണമെങ്കിൽ എനിക്ക് തോന്നുന്നു പിന്നെ വൈകുന്നേരം വരെ ആയാലും തീരൂല, അത്ര റഷും ഇന്ന് പബ്ലിക് ആയതുകൊണ്ട് ഭയങ്കര റഷുണ്ട്. അതുകൊണ്ട് നമ്മളേതായാലും ആണ് ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്നത്. ഇത് നോക്കിയ സൂര്യകിരൺ എയറോബാറ്റിക് ടീമിൻ്റെ ഒരു ഔട്ട്ലെറ്റ് മീൻസ് ഷോപ്പ്, കുട്ടികളെ ടോയ്സ്, ബനിയൻ, അങ്ങനെ ഒരുപാട് ആക്സസറീസും ബ്യൂട്ടീസും ഒക്കെ അവിടെ കണ്ടായിരുന്നു. ആൾക്കാർ നല്ലോണം മേടിക്കുന്നുണ്ട്.
ഒരുപാട് സ്റ്റാളുണ്ട്, എല്ലായിടത്തും കയറണമെന്ന് നടക്കുകയില്ല. എങ്ങനെ എന്തോ ഒരു സ്റ്റാളായിരുന്നു. അപ്പോൾ ക്ഷീണിച്ച് ആകെ അവശനായി. അപ്പം പോവാണ് തിരിച്ച് ഇലക്ട്രോണിക് സിറ്റിയിലേക്ക്. അങ്ങനെ ഇപ്രാവശ്യത്തെ എയറോ ഷോ അടിപൊളിയായി കണ്ടു.